വരുന്നു ഉമർ ഖാദി പള്ളിന്റെ പുറത്തിറങ്ങിയിട്ട് ഖബറുവയ്ക്കുന്ന ആൾക്കാരോട് പറഞ്ഞു, നിർത്തിക്കളാ, നിർത്ത്, ഖബറുവയ്ക്കുന്ന നിർത്ത്, ഹൈദ്രൂസ് മരിച്ചിട്ടില്ല. അവരിൽപ്പെട്ട ചില ആളുകൾ മുന്നോട്ട് വന്നിട്ട്, ഖാദിയാർ നിങ്ങൾ എന്താ ഈ പറയണത്? ഹൈദ്രൂസ് മരിച്ചിട്ട് അളവൊക്കെ എടുത്ത് ഞങ്ങൾ ഖബറുവയ്ക്കാണ്. ഹൈദ്രൂസ് മരിച്ചിട്ടില്ല, ഖബറുവയ്ക്കണ്ട. പൊന്നാരുസ്താദ് നിങ്ങൾ എന്താ പറയുന്നത്? ആള് മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഖാദിയാർക്ക് ചൂടായി, ഖാദിയാർ ദേഷ്യപ്പെട്ടു. ഖാദിയാർ പറഞ്ഞു, ഉമർ ഖാദിയാണ് പറയണത്, ഹൈദ്രൂസ് മരിച്ചിട്ടില്ല, ഖബറുവയ്ക്കണ്ട. കുഞ്ഞമ്മു ഖാദിമാണ്, സാധാരണക്കാരനായ ഖാദിമാണ്. കുഞ്ഞമ്മു ഇവിടെ വാ, വേഗം പോ. എന്നിട്ട് ഹൈദ്രൂസിന്റെ വീട്ടിൽ പോയിട്ട് പറയണം, വെളിയങ്കോട്ടുനിന്ന് ഖാദിയാർ വരുന്നുണ്ട്, ഹൈദ്രൂസ് മരിച്ചിട്ടില്ല. കുഞ്ഞമ്മു ഒരൊറ്റ ഓട്ട. കുഞ്ഞമ്മൂന് പിന്നെ മാക്കബലും മാബഹദൊന്നുമില്ല. ഔലിയാക്കൾ എന്താ പറയണത് അതേ ഉള്ളൂ. ഒരൊറ്റ ഓട്ടം ഓടിപ്പോയി മരിച്ച വീട്ടിൽ പോയി പറഞ്ഞു, ഖാദിയാർ വരുന്നുണ്ട്, ആരും വിഷമിക്കണ്ട, ഹൈദ്രൂസ് മരിച്ചിട്ടില്ല, വെളിയും കൊടുത്ത് ഖാദിയാർ വരുന്നുണ്ട്. ഒരൊറ്റ ഓട്ടം ഇങ്ങോട്ടും. ആ വീട്ടിൽ നിന്ന് അതേപോലെ മുന്നിൽ വന്ന് കിതച്ചിങ്ങനെ നിൽക്കുകയാണ് കുഞ്ഞമ്മു. കേരള ചരിത്രത്തിൽ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്രത്തിൽ കാലിക്കറ്റ് സർവകലാശാല പോലും അംഗീകരിച്ച പുസ്തകത്തിൽ മരണ വീട്ടിലേക്ക് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു കടന്നു ചെന്നു. ആകെ കണ്ണീരില. ഹൈദ്രൂസും പാമ്പ് കടിച്ചു മരിച്ചു കിടക്കുകയാണ്. നേരെ ചെല്ലുന്നൊരൽപ്പം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. മഹാനവറുകൾ വെള്ളത്തിൽ ചിലത് മന്ത്രിച്ചൂതി ഹൈദ്രൂസിന്റെ മുഖത്ത് കൊടുഞ്ഞു. എണീക്ക് ഹൈദ്രൂസ്, എണീക്ക്. എന്നോട് എപ്പോൾ ഇവിടെ വരാൻ വേണ്ടി ക്ഷണിച്ചിട്ട് ഞാനിവിടെ വന്നപ്പോ ഇവിടെ കിടക്കുക ആയിട്ടില്ല. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവിടെ കണ്ട ആബാലവൃതം ജനങ്ങൾ തക്ബീർ ചൊല്ലിപ്പോയി. ഹൈദ്രൂസ് എണീറ്റിരുന്നു. ഉസ്താദ് എപ്പോഴാ വന്നത്? ഹൈദ്രൂസിന്റെ ചോദ്യം, ഉസ്താദ് എപ്പോഴാ വന്നത്? ഉമർ ഖാദി വഫാത്തായി 7 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഹൈദ്രൂസ് ലോകത്തോട് ഇവിടെ പറഞ്ഞത്.